വെഞ്ഞാറമൂട്ടില് അഫാൻ 5 പേരെ കൊന്നിട്ട് 1 വർഷമായി. അഫാന്റെ കുറ്റച്ചാർജ് കോടതി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ട്രയൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കേരളത്തെ ഞടുക്കിയ ഒരു സംഭവമാണ്. ആ കൊലപാതകങ്ങളെല്ലാം നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും പോയിട്ടില്ല. ഒരു വീട്ടിലുള്ള ആൾക്കാരെയാണ് ആ വീട്ടിലെ തന്നെ അംഗം കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പിതാവ് സലീം വിദേശത്തായിരുന്നു. മാതാവ് ഷെമിയും 2 കുട്ടികളും ആണ് വെഞ്ഞാറമൂട്ടിൽ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അമ്മയുടെ തല ചുറ്റിവയ്ക്ക് അടിച്ചു. അമ്മ അബോധാവസ്ഥയിൽ വീട്ടിൽ കിടന്ന് ബ്ലീഡ് ചെയ്ത്. പക്ഷെ അമ്മ സർവൈവ് ചെയ്തു. അമ്മ ജീവിച്ചു. അതേസമയത്ത് ആ വീട്ടിൽ വെച്ച് അഫാന്റെ ഇളയ സഹോദരൻ അഫ്സാനെ 7ാം ക്ലാസ്സുകാരനെ അടിച്ചു കൊന്നു. അതോടൊപ്പം തന്നെ 19 വയസ്സുകാരി അഫാനുമായിട്ട് അടുപ്പമുള്ള പെൺകുട്ടിയെ വിളിച്ചു വരുത്തി അതേ വീട്ടിൽ വെച്ച് അതിനെ തലയ്ക്കടിച്ചു കൊന്നു. അമ്മ മരിച്ചു എന്ന് കരുതി. പക്ഷേ അമ്മ ജീവിച്ചു. തുടക്കത്തിലെ അയാള് വല്യമ്മയാണ് കൊല്ലുന്നത്. സൽമാ ബീവി കല്ലറപ്പാങ്ങോട്ടുള്ള അവരുടെ പിതാവിൻ്റെ ഉമ്മയെ കൊന്ന് ഉമ്മയുടെ കഴുത്തിലുള്ള ഒരു ആഭരണം മാല കൊണ്ടുപോയി വിറ്റു. സാമ്പത്തിക ഞെരുക്കം കൊണ്ടാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് അഫാൻ പിന്നീട് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. അത് തന്നെയല്ല, അതിനുശേഷം വല്യമ്മ സൽമാ ബീവിയെ കല്ലറപ്പാങ്ങോട്ട് വെച്ച് കൊന്ന ശേഷം ആ മാല എടുത്ത് നേരെ പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സജിത ബീഗത്തെയും അവരുടെ വീട്ടിൽ വെച്ച് അടിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. ഇതൊന്നും അപ്രതീക്ഷിതമായി ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ്. അവരെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു മകൻ്റെ ഈ ചെറുപ്പക്കാരനായ പയ്യനായ ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു മരണം വരിക്കുമെന്ന്. അവൻ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു ലത്തീഫും സജിത ബീഗവും ഒക്കെ ചെയ്തത്. അവരെയും കൊന്നു. വല്യമ്മയുടെ അടുത്ത് പോയി കൊന്നിട്ട് മാല എടുത്തിരിക്കുന്നു. ഫർസാനെ പല സന്ദർഭത്തിലും വീട്ടിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അങ്ങനെയുള്ള എവിഡൻസുകളൊക്കെ വന്നു. കേരളത്തിലെ മുഴുവൻ ജനതയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെ വെഞ്ഞാറമൂട്ടിലെ ഒരു കൊച്ചു പയ്യൻ 10, 22, 21 വയസ്സുള്ള ഒരാൾ ആ വീട്ടിലെ അമ്മയെ കൊല്ലാനും അതുപോലെ തന്നെ സഹോദരനെ കൊല്ലാനും അമ്മയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അമ്മ മരിച്ചു എന്ന് കഴിഞ്ഞിട്ട് ശേഷം ആണ് നേരെ സൽമാ ബീവിയെ കൊല്ലാൻ പോയെന്നാണ് വാർത്തകൾ അന്ന് വന്നത്. പിന്നീട് വന്നിട്ടാണ് അവിടെ ഇളയ സഹോദരനെ അയാളെ സ്കൂളിൽ നിന്ന് വന്നപ്പം അയാൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് ശേഷമാണ് കൊന്നത്. ഫർസാനയെ അടിയന്തരമായിട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്നു. 2ാം നിലയിൽ കയറ്റി അവിടെ ഒരു ചാരുകസേല ഇരുത്തി. ആ ചാരുകസേല വെച്ച് ഇരുന്ന് കിടപ്പിലാണ് ആ കുട്ടിയെ കൊന്നതായിട്ട് കാണുന്നത്. എന്തിനാണ് കടം കയറിയെന്ന് വിചാരിച്ച് ഇത്രയും പേരെ കൊല്ലുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വല്യമ്മയെ കൊന്നപ്പം സ്വർണം എടുക്കാൻ, പണം ഉണ്ടാക്കാനാണെന്ന് മനസ്സിലാക്കും. അതേ സമയത്ത് പിതാവിൻ്റെ സഹോദരനെയും അവരുടെ ഭാര്യയും കൊന്നത് എന്തിന്? അതിൻ്റെ മോട്ടീവ് എന്ത്? അത് വൈരാഗ്യമാകാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നൊന്നും നഷ്ടപ്പെട്ടതായിട്ടും കാര്യമായി നഷ്ടപ്പെട്ടതായിട്ടൊന്നും കാണുന്നില്ല. അതുപോലെ ഫർസാന എന്ന പെൺകുട്ടി എന്തിനാണ് കൊല്ലുന്നത്? 19 വയസ്സുള്ള അതിനെ അതിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി കൊല്ലുകയാണ്. അപ്പോൾ ഇതെല്ലാം അന്നും ഇന്നും തർക്കമുള്ള വിഷയങ്ങളാണ്. മോട്ടീവ് എന്താണ്? പണത്തിന് വേണ്ടിയായിരുന്നു? അത് വൈരാഗ്യമാണ്? അതോ ജീവൻ ഒടുക്കാൻ വേണ്ടിയിട്ട്? എല്ലാവരെയും കൊന്നിട്ട് താനും ജീവൻ ഒടുക്കാൻ വേണ്ടി, താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും സ്നേഹിക്കുന്ന ആൾക്കാരെയും കൊന്നിട്ട് തൻ്റെ ജീവൻ ഒടുക്കാൻ പോകാൻ വേണ്ടിയിട്ടാണോ ചെയ്തത്? അല്ല. ഇയാൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് ചെയ്തത്. ഇത്ര ചെയ്തിട്ട് എന്തായാലും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ഓഡിയൻസ് സേവയും ചാത്തൻ സേവയൊക്കെ സജീവമായിട്ട് നിൽക്കുകയാണ്. പൊതുവെ മലയാളികളും ഇന്ത്യക്കാരും എല്ലാം കൂടോത്രത്തിലും മന്ത്രത്തിലുമൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നാണ്. ലോകത്തിലെ പുരാതന ഒരു മന്ത്രവാദ സ്ഥലം ഇന്ത്യയിൽ തന്നെയാണ്. മയോങ് ആസാമിലാണ്. എലന്തൂര് ഇരട്ട കൊലപാതകവും അതും മന്ത്രവാദത്തിന്റെ പേരിലാണ് നടന്നത്. അതുപോലെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ആഭിചാരക്രിയയും ചാത്തൻ സേവയും മന്ത്രവാദമൊക്കെ സജീവമാണ് രഹസ്യമായിട്ട് കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൊഴിലെ വണ്ണപ്പുറത്ത് മന്ത്രവാദിയെ എന്ന കൃഷ്ണൻകുട്ടിയെ അയാളുടെ ശിഷ്യൻ തന്നെ കൊന്നു, അയാളുടെ ഭാര്യയെ കൊന്നു, അയാളുടെ 2 മക്കളെയും കൊന്നു ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം. നന്തങ്കോട് കേടലിന്റെ
പ്രവർത്തനവും നമുക്കറിയാം. കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തിൻ്റെ പുറത്താണ് അവർ ഈ രീതിയിലുള്ള ക്രൈം ചെയ്യുന്നത്, കുറ്റകൃത്യം ചെയ്യുന്നതും വ്യക്തതയില്ല. പല പല തിയറികളും ഒക്കെ പറയുന്നുണ്ട്. അഫാൻ്റെ കേസ് നമ്മൾ ഓർക്കാൻ കാരണം ഇന്ന് 1 വർഷം തികഞ്ഞിരിക്കുന്നു ആ സംഭവം കഴിഞ്ഞ ശേഷം. അതുകൊണ്ട് അഫാൻ്റെ ആ സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്. അത് ഇന്നും നമ്മുടെ സ്മരണയിലുണ്ടാവും. അതേപ്പറ്റി കൂടുതൽ ചർച്ചകൾ ആവശ്യം തന്നെയാണ്. കാരണം ഇതുപോലുള്ള സംഭവത്തിലേക്ക് ഇനി കുട്ടികളും കുടുംബങ്ങളും ഒന്നും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ വളരെ സജീവമായ ഒരു ചർച്ച തന്നെ കേരളത്തിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ കരുതുന്നത്.